എം ഷാജഹാൻ അങ്ങൊരു നിയമവിദഗ്ധൻ കൂടിയാണ്. മാർച്ച് 14 എന്നൊരു ഡെഡ് ലൈൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും അല്പസമയം മുമ്പ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് എല്ലാം ഉചിതമായ സമയത്തുണ്ടാകും. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞത് കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യും. P രാജീവ് ആണെങ്കിൽ പറഞ്ഞത് എസ് ഓർ നോ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ചോദ്യമല്ലല്ലോ ഇത് എന്ന്. എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? അല്ല, ഞാനിപ്പം അതല്ലാതൊരു വിലയിരുത്തൽ ആദ്യം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അടിസ്ഥാനപരമായി ഞാനൊരു നിരീശ്വരവാദിയും കൂടെ ആണെങ്കിൽ പോലും ഈ അയ്യപ്പ കോപം എന്ന് വിശ്വാസികൾ പറയുന്നത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നു എന്നതിന്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത സൂചനയാണ് സംസ്ഥാന സർക്കാരിന് ഒരു നിവൃത്തിയില്ലാത്തൊരു വിഷയത്തിലെ ചർച്ച, സുപ്രീം കോടതിയിലെ ചർച്ച തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നിരീശ്വരവാദിയാണെങ്കിലും ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു ആരായാലും വിശ്വസിച്ചു പോകും അല്ലേ ശ്രീ കെ ഷാജഹാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ 2019 ഈ വിഷയം വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖമടച്ച് അടി കിട്ടി, ഒരു സീറ്റിലേക്ക് ഒതുങ്ങി. അതിനുശേഷം ശബരിമല കൊള്ള വന്നു. ശബരിമല കൊള്ളയും സ്വമേധയാ കേസെടുത്തിട്ടാണ് ശബരിമല കൊള്ള വന്നത്, അല്ലാതെ ആരും ചെയ്തിട്ടല്ല. അവിടെയും വിശ്വാസികൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അയ്യപ്പനെ കാണാം. മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് എപ്പോഴാണ്? ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ തങ്ങളുടെ നിലപാട് സുപ്രീം കോടതിയിൽ പറയാൻ ഇപ്പോൾ ഇവർ നിർബന്ധിതരായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2019 ശേഷം യുവതീ പ്രവേശം ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു വെള്ളിടിയായിരിക്കും, മസ്തകത്തിനൊരു അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2017 അവസാനം കണ്ടാണെന്നാണ് എന്റെ ഓർമ്മ. ഒരു 5 അംഗ ബെഞ്ച് യുവതീ പ്രവേശം പല കാരണങ്ങൾ കൊണ്ടും ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 2018 സെപ്റ്റംബർ 28 അതെ ഒരു വിധി പ്രഖ്യാപിച്ചു. അപ്പൊ ആ വിധി പ്രഖ്യാപിച്ചപ്പോ എന്താണ് സംസ്ഥാന സർക്കാർ അന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചെയ്തത്? നമ്മൾ ഇന്ന് അത് ഒന്ന് ഓർത്തെടുക്കണം. കാരണം ഇത് കേരളത്തിലെ ഏതാണ്ട് ഒരു 45% വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ അവരുടെ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിഷയം. CPMന്റെ പോലും പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ ഹിന്ദു വോട്ട് ബാങ്കാണ്. സ്വാഭാവികമായും ആ വിഷയത്തിൽ ഇതുപോലൊരു വിധി വരുമ്പോൾ അതിനെ ഏതൊരു സർക്കാരും വളരെ അവധാനതയോടുകൂടി വളരെ ചിന്തിച്ചുറച്ച് ആണ് അതിനകത്ത് സമീപനമെടുക്കുക. അന്ന് പിണറായി വിജയൻ എന്താ ചെയ്തത്? പിണറായി വിജയൻ ഒരു നവോത്ഥാന നായകനും രണ്ടാം ശ്രീനാരായണ ഗുരുവാകാനും വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ഒരൊറ്റ പിടിവാശി. അന്ന് എനിക്കന്ന് ഓർമ്മയുണ്ട്. അന്ന് ഏതോ ഒരു പിന്നെ സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനോട് ചെന്നിട്ട് പറഞ്ഞു, സാറേ ഇത് ഭയങ്കര വിഷയമാണ്, ഇതിനകത്ത് ഇങ്ങനെ മുന്നോട്ട് പോകരുത്, ഇത് നിങ്ങളുടെ പാർട്ടിക്കൊക്കെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്, ആ മാധ്യമ പ്രവർത്തകനോട് കോടിയേരി ബാലകൃഷ്ണൻ പറയാണ്, നിങ്ങളൊന്ന് CMനെ കണ്ടു പറയാൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ഒരൊറ്റ വാശി. അന്ന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റേ ബിന്ദു അമ്മിണിയും വേറൊരു വനിതയും കൂടെ അവിടെ കയറ്റിയല്ലോ, അവരുടെ പേരെന്തായിരുന്നു? കനകദുർഗയും ബിന്ദു അമ്മിണിയെയും വേഷപ്രച്ഛന്നയായി ഇന്ന് ജയിലിൽ കിടക്കുന്ന മറ്റേ ഇയാളുണ്ടല്ലോ KP ശങ്കരദാസിന്റെ മകൻ ഹരിശങ്കർ, കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘം പോലീസുകാരുടെ അകമ്പടിയോടുകൂടി, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ആ 2 സ്ത്രീകളെയും ശബരിമല കയറ്റാൻ വേണ്ടിയിട്ട് ഈ പോലീസുകാർ ഒരു സംഘത്തിനെ കണ്ണൂരിൽ നിന്നാണ് കൊണ്ടുവന്നത്. കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ എവിടെയോ താമസിപ്പിച്ച് ആരോ പ്രേമേന്ദ്രനെ മറ്റോ പറഞ്ഞ പോലെ എന്തോ ബീഫൊക്കെ മേടിച്ച് കൊടുപ്പിച്ച് അവരെ വേഷപ്രച്ഛന്നരാക്കി അവിടെ കൊണ്ടുവന്ന്
കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വലിയ വാർത്തയായി. അപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ 2 സ്ത്രീകൾ ഇങ്ങനെ കയറ്റിയെന്ന് പറഞ്ഞു. അത് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നിന്നും അപ്പടിച്ച ഒരാളാണ് പിണറായി വിജയൻ. അന്ന് എല്ലാ ജില്ലകളിലും പിണറായി വിജയൻ പോയി നവോത്ഥാന പ്രസംഗങ്ങൾ നടത്തി. അന്ന് വനിതകൾ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു ശുദ്ധികലശോ പോലെയോ മറ്റോ നടത്തിയതിന് തന്ത്രിയെ ഇനി പിണറായി വിജയൻ പറയാൻ തെറി ഒന്നും ബാക്കിയില്ല. അയാൾ മാനം മര്യാദ ഉള്ളവനാണെങ്കിൽ അയാൾ അവിടുന്ന് ഇറങ്ങി പോകണം എന്നാണ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. എന്നിട്ട് അതിനുശേഷം ഓർമ്മയില്ലേ, 50 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് വനിതാ മതിൽ, അതെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അപ്പം ഇത്രയും വലിയൊരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളുടെ ലംഘനമായിട്ട് ഇത് വരുമെന്നുള്ളത് കൊണ്ട് ഇത് വളരെ സുസൂക്ഷ്മം കൈകാര്യം ചെയ്യുന്നതിന് പകരം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, പിണറായി വിജയന്റെ 2ാം ശ്രീനാരായണ ഗുരു ആകണം. അന്ന് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞത്, ഞങ്ങൾക്കിതൊന്നും അല്ല പ്രശ്നം, ഞങ്ങൾക്ക് 5 വോട്ടും 10 വോട്ടും 10 സീറ്റൊന്നും അല്ല പ്രശ്നം, ഞങ്ങൾക്ക് നവോത്ഥാന മൂല്യങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധർ. അതുകൊണ്ട് എന്തു വില കൊടുത്തും ആരെതിർത്താലും ഏതവൻ വന്ന് എതിർത്താലും ഞങ്ങൾ സ്ത്രീകളെ അവിടെ കയറ്റിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിയ ഈ സർക്കാര് ഇപ്പൊ സമത്താപരാധം പറഞ്ഞ് നിലത്ത് കിടന്ന് എഴഞ്ഞെഴഞ്ഞ് പാമ്പഴയുന്ന പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞു പോയി അവിടെ സുപ്രീം കോടതിയിൽ ഈ അഫിഡവിറ്റ് തിരുത്തുന്നത് നമ്മൾ കാണും. അത് തിരുത്തുമ്പോൾ ദൈവവിശ്വാസികൾ അയ്യപ്പൻ മഹാനാണെന്ന് ദൈവവിശ്വാസികൾ പറയും. കാരണം ഞാനൊരു നിരീശ്വരവാദിയാണ്, ഞാൻ ദൈവവിശ്വാസികളുടെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് സംഭവിക്കാൻ പോവാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെയും പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിന്റെ അയാളുടെ പിടിവാശിക്ക് അയാളുടെ മസ്തകത്തിൽ പൊളിയുന്ന ഒരു തീരുമാനമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വന്നു എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസികൾക്ക് ദൈവത്തിൽ കൂടുതൽ വിശ്വാസം, അയ്യപ്പനിൽ കൂടുതൽ വിശ്വാസം ഉണ്ടാകും എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. താങ്ക് യു സർ. ഇതിലും മനോഹരമായും കുറിക്കുകൊള്ളുന്ന രീതിയിലും ഒരുപക്ഷെ ശ്രീ KM ഷാജഹാൻ അല്ലാതെ മറ്റൊരാൾക്കും പറയാൻ സാധിക്കില്ല. താങ്ക് യു സോ മച്ച്. ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന് ശ്രീ KM ഷാജഹാനാണ് കൃത്യമായ വിലയിരുത്തൽ നൽകിയത്.